ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുക. കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ചയിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഫിലിപ്പിയറിലെ ലേഖനം 2-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായിട്ടില്ല എന്ന് കർത്താവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: അവനോട് ചേർന്ന് ഉള്ള അധ്വാനം എപ്പോഴും അനുഗ്രഹമായി തീരുമെന്ന. യേശുവിനോട് ചേർന്ന് അധ്വാനിക്കുക, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. വചനം ഈശോയ. ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അനുഗ്രഹമായി, സന്തോഷമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. നാം ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തിയും ആയിക്കോട്ടെ, യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ ആ ഒരു ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് രക്ഷയുടെ ദിനത്തിൽ, കർത്താവിൻ്റെ ദിനത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിതം, കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നമുക്ക് ഈ ആഴ്ചയിൽ ഈശോയുടെ മുൻപിൽ ആ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളിലായിരുന്നു. തുടർന്നും ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദൗത്യങ്ങളും യേശുവിനോട് ചേർന്ന് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അടുത്ത ആഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Divine, divine, divine blessing. Divine, divine, divine. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആ ഈശോയോട് ചേർന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ ഈശോയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഈ മൈക്ക് കൊടുത്തിട്ട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ അച്ഛാ, ഇത്രയും പേര് ഈ കൂട്ടായ്മയിലുള്ളപ്പം ഇവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പാടാനൊന്നും എനിക്ക് സാധിക്കുകയില്ല, ഞാനങ്ങനെ വലിയ പാട്ടുകാരനൊന്നുമല്ല. എന്നാൽ നേരെ മറിച്ച് ഒരു വലിയ പാട്ടുകാരൻ ഇവിടെ വന്നിരിക്കുകയാണ്. കർണാട്ടിക് മ്യൂസിക്കൊക്കെ പഠിച്ച വലിയൊരു പാട്ടുകാരനാണ്. അദ്ദേഹം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പാടാൻ പോവുകയാണ്. അദ്ദേഹം പാടാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാനിവിടെ ഇരിക്കുന്ന കുറച്ച് യുവാക്കന്മാരോട് പറഞ്ഞു, ആ പുള്ളി വലിയ സംഗീതജ്ഞനാണ്, പുള്ളി പാടാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടാം. അപ്പോൾ അവർ പറയാണ്, ആ കാര്യം ഞങ്ങൾ ഏറ്റു. സംഗീതജ്ഞനല്ലേ പാടുന്നു, നമ്മൾ കൂട്ടത്തിൽ കൂടിയാൽ പോരെ, ആ കാര്യം ഞങ്ങൾ ഏറ്റു. ഹല്ലേലൂയ.
അപ്പം അങ്ങനെ നമുക്ക് യേശുവിന് കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളെല്ലാവരെയും ഈശോ വിളിക്കുകയാണ് ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കാൻ. ആ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യം അറിയുന്ന ദൈവമാണ് അവിടുന്ന്. അപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യം അറിയുന്ന യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഇനി നീ പ്രാർത്ഥന നിർത്തിക്കഴിഞ്ഞാലോ അപ്പോഴും ഈശോ പ്രാർത്ഥന നിർത്തുന്നില്ല. യേശു നിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവിനോട് സഹകരിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുക. ചോദ്യമാണ് ചോദിക്കുന്നത്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുമോ? യോഹന്നാൻ 9:31. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നു. ഹല്ലേലൂയ. ഇത് ദൈവവചനമാണ്, ബൈബിളിലുള്ളതാണ്, അതുകൊണ്ട് ദൈവവചനമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് പറഞ്ഞത് ദൈവമല്ല, ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കണം, ഈ മനുഷ്യൻ പറഞ്ഞത് ദൈവവും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയതാണോ, ദൈവ നിവേശനത്താൽ ഇവൻ പറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. യഹൂദർ മാത്രമാണ് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം. ബാക്കി എല്ലാവരും പാപികളാണ്, വിജാതീയർ പ്രത്യേകിച്ച്. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, തങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കൂ എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഈ പ്രസ്താവന ഇറക്കിയത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ദൈവിക വെളിപാടിൻ്റെ വെളിച്ചത്തോടുകൂടി പറഞ്ഞതായിരിക്കില്ല. അയാൾ വിശ്വസിക്കുന്ന, അയാൾ ജീവിക്കുന്ന സമുദായത്തിൽ, യഹൂദ സമുദായത്തിൽ, മത സമൂഹത്തിൽപ്പെട്ടവർ വിശ്വസിക്കുന്ന വിശ്വാസ ആചാരത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷെ ഇനി ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവുക. ഇതാ പറഞ്ഞിട്ടുണ്ട്, എഴുതിക്കോ. ഏശയ്യ 1:15-16. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, എങ്കിലേ ഞാൻ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ഈ ഗാനത്തിൻ്റെ ഈരടികൾ ആലപിച്ച് ജപമാലയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ പക്കലേക്ക് വന്നിട്ടുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ഇനി നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് യേശുവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഇന്നോളം എന്ത് സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, നീ 100% വിശ്വസിച്ചത് ഏറ്റെടുത്തോണം. എന്താ വിശ്വസിച്ച് ഏറ്റെടുക്കണം എന്നറിയോ? നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശു ഇതാ ഏറ്റെടുത്തു കഴിഞ്ഞു. കുംഭസാരം മുതൽ ഇനി ഇതാണ് സംഭവിക്കുന്നത്. കുംഭസാരം വരെ നിങ്ങളുടെ ജീവിതത്തെ ചിലപ്പോൾ ചില തിന്മകളും ചില പീഡകളും നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുംഭസാരം കഴിഞ്ഞു, ഇനി ആരാണ് നിന്റെ ജീവിതത്തെ നയിക്കുന്നത്? പറഞ്ഞേ, ഈശോ. ഈശോ നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന സമയമാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിച്ചോണം, യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടവരല്ല, മറിച്ച് നിത്യജീവനെ കുറിച്ച് ആകുലപ്പെടണം. എന്റെ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ ആകുലപ്പെടേണ്ടേ, വെറും ശരീരത്തെ കുറിച്ചല്ല. ശരീരത്തെ കുറിച്ചല്ല നമ്മൾ ആകുലപ്പെട, ആത്മാവിനെ കുറിച്ച്. എന്റെ ആത്മാവിന്റെ അവസ്ഥ എന്താണ് എന്ന ചിന്ത അതെപ്പോഴും നമുക്കുണ്ടാവണം. അതാണ് നിത്യജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പൊ നിത്യമായ ഒരു സന്തോഷം, നിത്യമായ ഒരു ആനന്ദം അത് കർത്താവ് നൽകുന്നത് മാത്രമാണ്. ഈ ലോകമോ മനുഷ്യനോ ഈ ലോക വസ്തുക്കളോ ഈ ലോക സുഖങ്ങളോ ഈ ക്ഷണികതയൊന്നും നൽകുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വീണ്ടും പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 2:17 വചനം വളരെ കൃത്യമായി പഠിപ്പിക്കും. ലോകവും അതിൻ്റെ എല്ലാ മോഹങ്ങളും കടന്നുപോകും. ലോകവും അതിൻ്റെ എല്ലാ മോഹങ്ങളും കടന്നുപോകും. അതെല്ലാം കടന്നുപോകും. നിത്യമായി നിലനിൽക്കുന്നത് കർത്താവ് നൽകിയ ആത്മാവ് മാത്ര. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വീണ്ടും സഭാപ്രസംഗകൻ 12 സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായത്തില് 12-ാം അധ്യായം 7-ാം തിരുവചനം. അതായത് ഈ ലോകത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എപ്പോഴും, അതായത് ഈ ശരീരത്തെ കുറിച്ച് പറയുന്ന, ഇതിനെക്കുറിച്ച് കുറെ വിവരിക്കുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയാണ്. പറഞ്ഞ പ്രകാരമാണ് ശരീരം അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് പോകും, ആത്മാവ് ദാതാവായ ദൈവത്തിലേക്ക്. ഹല്ലേലൂയ. എൻ്റെ പേര് ജോസ്, ഇതെൻ്റെ ഭാര്യ കല. ഞങ്ങൾ തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ നിന്നാണ് ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്നത്. നല്ല അനുഭവമാണ്. നല്ല വചനങ്ങളും നല്ല ദൈവ അനുഭവങ്ങളും ഉണ്ട്. ധ്യാനം ഓരോ ക്ലാസ്സും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ദൈവസ്നേഹത്തിൽ വളരുവാനും സഹായിച്ചു. നല്ലൊരു ദൈവാനുഭവം നൽകി ഇടുവേൻ ധ്യാന കേന്ദ്രത്തിനും നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാൻ വന്ന കുടുംബത്തിന് ഞാൻ ഒരു വചനം കൊടുത്തു. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വചനം. ജ്ഞാനം 16:12. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഈ വചനം ഞാൻ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയോടും മോളോടും കൂടെ പറഞ്ഞു, നിങ്ങൾ 17 ദിവസം ഈ വചനം ആവർത്തിക്കുക. ഒരു ദിവസം 50 പ്രാവശ്യം. 17 ദിവസം ഈ വചനം നിങ്ങൾ ആവർത്തിച്ചു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ചെയ്യേണ്ടത് എങ്ങനെയാണ്? മകൾ ഉറങ്ങുന്നതിന് മുമ്പ് അമ്മച്ചി അവളുടെ മുറിയിൽ ചെല്ലുക. അരുമ്പാറ പിടിച്ചിരിക്കുന്ന കയ്യിൽ അമ്മച്ചിയുടെ കൈ ചേർത്ത് ഉയർത്തിപ്പിടിക്കുക. മറുകൈയിൽ ജപമാല എടുക്കുക. എന്നിട്ട് ഈ വചനം ആവർത്തിക്കുക. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനത്താൽ എൻ്റെ മകളെ സുഖപ്പെടുത്തണേ. പ്രിയമുള്ളവർ, ഇവർ ഈ പ്രാർത്ഥന ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഈ പ്രാർത്ഥന ചൊല്ലാനായി അമ്മച്ചി വന്നപ്പോഴേക്കും അല്പം വൈകിപ്പോയി, അല്പം താമസിച്ചു. അപ്പോഴേക്കും മകള് നല്ല ഉറക്കമായി. വിളിച്ചെണീപ്പിക്കണ്ട. ഉറങ്ങിക്കിടക്കുന്ന മോളുടെ കയ്യിൽ അമ്മച്ചി ചേർത്ത് അല്പം ഉയർത്തിപ്പിടിച്ചു. അതിനുശേഷം അമ്മച്ചി ജപമാല മറുകൈയിലെടുത്തു. എന്നിട്ട് 50 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞ ആ പ്രാർത്ഥന, 50 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞത് മോൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അമ്മച്ചി 100 പ്രാവശ്യം ചൊല്ലി. അങ്ങനെ 100 പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ
അമ്മച്ചിക്ക് തന്നെ ഒരു സന്തോഷം, മനസ്സിനൊരു ആശ്വാസം. പിറ്റേന്ന് നേരം വെളുത്ത് അമ്മച്ചി ചോദിച്ചു, എൻ്റെ പൊന്നുമോളെ, ആ പ്രാർത്ഥന മുടങ്ങാതെ 50 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞതല്ലേടി, നീ ഇന്നലെ ചൊല്ലിയിട്ടാണോടി കിടന്നുറങ്ങിയത്? ഉടനെ മകള് പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചിനെ നോക്കി ഞാൻ കുറേ സമയം ഇരുന്നേ. അമ്മച്ചിയെ നോക്കി കുറേ സമയം ഇരുന്നിട്ടും അമ്മച്ചി വന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? 50 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞ ആ പ്രാർത്ഥന അമ്മച്ചി വരാത്തത് കൊണ്ട് ഞാൻ 100 പ്രാവശ്യം ചൊല്ലിയായിരുന്നു എന്ന് പറഞ്ഞ് ഇവള് കയ്യേലേക്ക് നോക്കിയപ്പോൾ കയ്യേൽ ഒരരുമ്പാറയുമില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. എൻ്റെ പേര് സോണിയ. ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട പട്ടകടവ് ഇടവകയിൽ നിന്ന് വരുന്നു. മാനസികമായിട്ട് വളരെ, എൻ്റെ മകളാണ് ഈ നിൽക്കുന്നത്, അമല സാലു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിച്ചു. പിന്നെ അത്ഭുത രോഗശാന്തികളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കർത്താവിൻ്റെ കൃപയാൽ ഒരുപാട് മനസ്സമാധാനത്തോടു കൂടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും സൂക്ഷ്മതയോടെ പാലിക്കുന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും സൂക്ഷ്മതയോടെ പാലിക്കാതെ ജീവിക്കുന്നെങ്കിൽ സകല പ്രവൃത്തികളിലും നീ ശാപഗ്രസ്തനായിരിക്കുമെന്ന്. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ഹെന്ന. എൻ്റെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനാണ്. ഞാൻ വരുന്നത് ഇവിടെ നിന്ന് പോത്തിങ്കിൽ നിന്നാണ്. ഞാനിവിടെ ധ്യാനത്തിന് വന്നത് എനിക്കൊരു വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഒരു പഠനത്തിൻ്റെ ഒക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ധ്യാനത്തിന് വന്നതിന് ശേഷമാണെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് മാറി സമാധാനത്തോടുകൂടിയിട്ട് ധ്യാനത്തിൽ ശരിക്കും ആ ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെ ആ സന്തോഷം എത്രയാണ് അനുഭവിച്ച് ധ്യാനം കൂടാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മനസ്സിൻ്റെ ഭാരം, ഒരു ഉള്ളിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പഠനത്തിൻ്റെ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലായിരുന്നു, അഡ്മിറ്റൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സംഭവത്തിൽ നിന്ന് ഈശോയുടെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രമാണ് ആ ഉള്ളിലെ സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കാനും ഈശോയുടെ അനുഭവം കിട്ടാനും എത്രമാത്രം ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ സാധിക്കുന്നു അത്രമാത്രം ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ സാധിക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. വചനത്തിന്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 41 അവിടെ ഒരു സംഭവം നമ്മൾ കാണുക. ഒരാള് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ടു. അവർ സ്നാനമേറ്റു, സഭയോട് ചേർന്നു. ഒരു വലിയ സംഭവം അവിടെ നടക്കുക, ഒരു അത്ഭുതം നടക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഗ്നസ്. ഞാൻ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. എനിക്ക് ഈ ഒരു ധ്യാനം ശരിക്കും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ഈശോയെ കൂടുതലായിട്ട് അറിയുവാനും എന്തോ സ്നേഹത്തിൽ വളരാനൊക്കെ ഈശോനെ വിളിക്കുന്നുണ്ടെന്നൊരു തോന്നല്, ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ഒക്കെ ഈശോനെ അധികമായി വിളിക്കുന്നുണ്ടെന്നൊരു തോന്നല്, ഈശോയുടേതായി മാറുവാനായിട്ട് ഈശോനെ വിളിക്കുന്നുണ്ടെന്നൊരു തോന്നല്. അപ്പോൾ അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും ഈശോയെ സ്നേഹിക്കാനും ഒക്കെ ഈ ഒരു ധ്യാനം എന്നെ അനുവദിച്ചു, എന്നെ സഹായിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ ഒരു ലേവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളിങ്ങനെ ചുങ്കം പിരിച്ച് കാശൊക്കെ മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഗമേലിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പുള്ളിക്കാരൻ, 100 കണക്കിന് ആളുകളായിട്ട് പുള്ളി ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ ചുങ്കക്കാരനെ കണ്ടു, ലേവി. അവനെ കണ്ടുമുട്ടുന്നതാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട 5-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങൾ കർത്താവ് ചെയ്ത
കർത്താവിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കൂട്ടിവെച്ചാൽ കിട്ടുന്ന പുസ്തകത്തിൻ്റെ പേരാണ് സുവിശേഷം. എൻ്റെ പേര് സാറ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇവിടെ 1 മാസമായിട്ട് എനിക്ക് തലകർക്കും തലവേദനയായിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ രോഗശാന്തി ആരാധനയിൽ എനിക്ക് തലവേദന സുഖപ്പെട്ടു. ഇന്നത്തെ ആരാധന സമയത്ത് തന്നെ, അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറുന്നു. അപ്പം ആ ഇത് പ്രകാരം ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചപ്പോൾ എൻ്റെ തലകർക്കവും മാറി. അത് അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് എനിക്ക് ലഭിച്ചത്. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം ദൈവസ്നേഹത്തിന്റെ മർമ്മപ്രധാനമായ വചനമാണ്. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന. ലോകത്തെ എന്ന് പറയുമ്പോൾ നാനാജാതി മതസ്ഥരെ, വർഗഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ, ഭാഷാഭേദമില്ലാതെ, വിശ്വാസത്തിൻ്റെ ഭേദങ്ങളില്ലാതെ മനുഷ്യരെ അത്രമാത്രം, ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു എന്നാ എഴുതിയത്. എൻ്റെ പേര് സജിത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഈ ധ്യാനം കൂടിയതിനു ശേഷം എനിക്ക് വളരെ ആശ്വാസം ലഭിച്ചു. മനസ്സിന് ഭയങ്കര സന്തോഷം ലഭിച്ചു. എൻ്റെ പേര് മാർട്ടിൻ വല്ലൂരാൻ. ഞാൻ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്നുണ്ടായ വളരെ സന്തോഷം, ഒരു ആന്തരിക സൗഖ്യം, ഇവിടെ വന്നതുള്ള ഒരു ഉന്മേഷം, ഈ ധ്യാനം അത്രമാത്രം വിജയിച്ചിരിക്കുന്നു. സന്തോഷമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പലപ്പോഴും ഇങ്ങനെ വരുന്ന, ഒരാഴ്ചയിൽ വരുന്ന ഗ്രൂപ്പിൽ ഉള്ളവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര പേര് വിശുദ്ധ ഗ്രന്ഥം മുടങ്ങാതെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വായിക്കുന്നുണ്ട്? നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്ന വ്യക്തികളായിരിക്കാം, ഒരുപാട് പ്രാർത്ഥന പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷെ പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥവും തിരുവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അറിവ്, പ്രാർത്ഥനകൾ എല്ലാം വളരെ പിന്നിലാണ്. ദൈവവചനം വായിക്കാതെ ഒരു വ്യക്തിക്കും ഈശോയിൽ ആഴപ്പെടുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഒലിവർ കുട്ടി എന്നാണ്. തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. 1990 കാലം മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഞാനൊരു 80ഓളം ധ്യാനം കൂടി. ഞാൻ എന്തുകൊണ്ടാണ് ഈ 80 ധ്യാനം കൂടിയെന്ന് വെച്ചാൽ, ഓരോ ധ്യാനം എനിക്ക് മധുരിക്കുന്ന അനുഭവമാണ് തന്നിട്ടുള്ളത്. വചനം പഠിക്കാൻ ലോകത്തിൽ ഒരു മലയാളത്തിലുള്ള ഒരു ധ്യാന കേന്ദ്രം ഉണ്ടെങ്കിൽ അത് ഡിവൈൻ ധ്യാന കേന്ദ്രം തന്നെ. പനക്കലച്ചനായാലും നായ്ക്കമ്പറമ്പിലച്ചനായാലും കൊച്ചുമാത്യു അച്ഛനായാലും ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദശാംശം തന്നെയാണ്. സമയമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. നമ്മുടെ അടുത്തുള്ള ചർച്ചകളിൽ പോയാൽ 1 മണിക്കൂർ നമുക്ക് അനുഭവിക്കാം. പക്ഷെ ഇവിടെ അതല്ല. നമുക്ക് എത്രയോ മണിക്കൂർ ദൈവവുമായിട്ട് ചേർന്ന് നമുക്ക് ദൈവവുമായിട്ട് ഒന്നാകുന്ന ഒരവസ്ഥയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മളിൽ ഒരുപാട് പേർക്ക് ദുഃഖം വിട്ടുമാറി, ആശ്വാസം കിട്ടി, സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. ഇത് ദൈവവചനത്തിൻ്റെ അനന്ത ശക്തിയാൽ ലഭിക്കുന്ന ആന്തരിക സൗഖ്യവും
പരിശുദ്ധാത്മ അഭിഷേകവുമാണ്. ഏതു പാപവും ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തി തരാൻ ദൈവം ആഗ്രഹിച്ചു കാത്തിരിക്കുകയാണ്.